അഖിലേന്ദു ജോയിൻ ചെയ്യണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ. അസൈൻമെന്റ്സ് ഡൗട്ട് ഉണ്ടോടാ? ഞാൻ കഴിഞ്ഞ ദിവസം തന്നത് ഇല്ല. ഓക്കെ. ഒരു കാര്യം, ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോടാ. ഹലോ. പറഞ്ഞോ അനഘ. അതില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഗെറ്റ് ദ ലാസ്റ്റ് ഐറ്റം. അതിന് നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് കൊടുക്കണമെന്നുണ്ടോ, അതോ നമുക്ക് നെഗറ്റീവോ പോസിറ്റീവ് ഏത് കൊടുത്താലും കുഴപ്പമില്ല, ലാസ്റ്റ് വാല്യൂ കിട്ടിയാണെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഹൈ അഖിലേന്ദു, സ്റ്റാർട്ട് ചെയ്യാവേ. ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്തോടാ. ഒരാൾ ഷെയർ ചെയ്യടാ, സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ, ലിസ്റ്റ് നമ്മൾ ചെയ്തല്ലേ. ലിസ്റ്റ് നമ്മളൊരു എലമെന്റിനെ ഡിലീറ്റ് എന്ത് ചെയ്തായിരുന്നോടാ, റിമൂവ് ചെയ്യുന്നത്? ഇല്ല. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് അതും കൂടെ ചെയ്ത് നമുക്ക് സെറ്റിലേക്ക് പോവാട്ടോ. ടൈപ്പ് ചെയ്തോളൂടാ. ലിസ്റ്റ് 1 ലിസ്റ്റ് 1 ഡോട്ട് പോപ്പ്, പോപ്പ് ബ്രാക്കറ്റ്സിൽ ഏത് ഇൻഡെക്സിലുള്ള വാല്യൂവിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. സ്ക്വയർ ബ്രേസസോ അതോ നോർമൽ ബ്രാക്കറ്റ്സ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിൽ 1 എന്നുണ്ട്, 2 3 വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് ഒരു വട്ടം കൂടെ ലിസ്റ്റ് 1 പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ 2 പോയി, അതായത് ഇൻഡെക്സ് 2 വാല്യൂ നമുക്ക് പോയി അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡെക്സിലെ എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നമുക്കിനി എടുക്കാനുള്ളത് സെറ്റ് ആണ്. സെറ്റ് എന്ന് വെച്ചാല് അടുത്തൊരു ടൈപ്പ് ഓഫ് കളക്ഷൻ ആണ്. ആൻഡ് സെറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റഡ് വാല്യൂസ് അലൗഡ് അല്ല. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റഡ് വാല്യൂസ് നമുക്ക് അലൗഡ് അല്ല. ഇൻ കേസ് ഡ്യൂപ്ലിക്കേറ്റഡ് വാല്യൂ നമ്മൾ എൻ്റർ ചെയ്താൽ എന്ത് സംഭവിക്കും, അതിലെ ഫസ്റ്റ് വാല്യൂവിനെ മാത്രം എടുത്ത് സെക്കൻഡ് വാല്യൂവിനെ ഒമിറ്റ് ചെയ്യും. ക്ലിയർ ആണോടാ? അതായത് ഞാനിപ്പോ 1 2 2 3 എന്നിട്ട് ഒരു സെറ്റ് ഞാൻ പാസ് ചെയ്യാൻ ട്രൈ ചെയ്താൽ 1 2 3 എന്നുള്ള സെറ്റേ നമുക്ക് ഡിസ്പ്ലേ ആവത്തുള്ളൂ.
നോർമലി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സെറ്റിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എൻട്രി ചെയ്യാൻ ട്രൈ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ അവിടെ അപ്പം ഞാൻ പറഞ്ഞത്? സെറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് ബേസിക്കലി ക്ലിയർ ആണോ? നോട്ട് ചെയ്യാൻ ടൈം വേണോടാ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? കേൾക്കുന്നുണ്ട്. ക്ലിയർ അല്ലേടാ ഞാൻ ഇപ്പൊ പറഞ്ഞേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല. ഇല്ല. ഓക്കേടാ ശരി. ഇനി അപ്പൊ ഒരു കാര്യം ചെയ്തോ, പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. കളക്ഷൻസില് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യടാ. കളക്ഷൻസിൽ അതാ കളക്ഷൻസ് പാക്കേജിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തോ. സെറ്റ് ഓക്കെ. ഞാനിപ്പോ കേളി ബ്രാക്കറ്റ്സിന്റെ അകത്ത് വിത്തിൻ കേളി ബ്രാക്കറ്റ്സ് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനെ സെറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതായത് ഫസ്റ്റ് കൊടുക്കൂ. ഓക്കെ, സെറ്റ് 1 ഈക്വൽസ് ജസ്റ്റ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് സെറ്റ് എനെ പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. പ്രിന്റ് ചെയ്തു. എംപ്റ്റി സ്ട്രിങ്, എംപ്റ്റി സെറ്റ് വന്നല്ലേ. അതായത് നമ്മുടെ ഈ കളക്ഷൻസ് എല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കളക്ഷൻസിലുള്ള എല്ലാ ഡാറ്റ ടൈപ്സിനും എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഒരു എംപ്റ്റി ആയിട്ടുള്ള ഡാറ്റയെ, എംപ്റ്റി ആയിട്ടുള്ള ഒരു കളക്ഷനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലിസ്റ്റ്, അതിപ്പോ ലിസ്റ്റ് ആയാലും ശരി, അല്ലെങ്കിൽ വേറെ ഏതൊരു ഇതാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കാര്യം ചെയ്തേ, താഴെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ. റിപ്പീറ്റഡ് വാല്യൂസ് ഉള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. എൽ സ്മോൾ കൊടുക്കണേടാ. അതെ, ഈ താഴെ ടൈപ്പ് ചെയ്യാടാ. സെറ്റ് ബി ഈക്വൽസ് സെറ്റ് ഓഫ് ലിസ്റ്റ് എ. ഇനി സെറ്റ് ബി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. നമ്മളെ പാസ് ചെയ്ത ലിസ്റ്റിൽ എത്ര 12 ഉണ്ടായിരുന്നു? 2 12 ഉണ്ടായിരുന്നു. എത്ര എണ്ണം പ്രിന്റ് ആയി? ഒരെണ്ണം. ഇതെങ്ങനെ സോർട്ട് ആയി പ്രിന്റ് ആയേ? അത് സോർട്ടഡ് അല്ല, അത് അൺഓർഡേഡ്. ഇത് സെറ്റ് എന്ന് പറയുന്ന ഒരു അൺഓർഡേഡ് കളക്ഷൻ ആണ്. അതായത് നിങ്ങൾ നെക്സ്റ്റ് ടൈം പ്രിന്റ് ചെയ്യുമ്പോൾ ഇതേ ഓർഡറിൽ വരണം എന്നൊരു നിർബന്ധമില്ല. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ആദ്യം 5 ഫ്രണ്ടിൽ വരാം, അല്ലെങ്കിൽ ഒരു വട്ടം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ചിലപ്പോൾ അടുത്ത തവണ ചിലപ്പോൾ 12, 3, 500 എന്ന് വരാം. ഇഷ്ടമുള്ള ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാം. ചിലപ്പോൾ സെയിം ഓർഡറിൽ വരാം. അത് എൻറ്റയർലി ഡിപ്പെൻഡഡ് ഓൺ ദി ഇന്റർപ്രിറ്റർ ആണ്. ഓക്കെ, നമ്മളിപ്പോ ലിസ്റ്റ് ആണെങ്കിൽ ഒരു ലിസ്റ്റ് നമ്മൾ എത്ര തവണ പ്രിന്റ് ചെയ്താലും ആ ലിസ്റ്റ് നമ്മൾ എങ്ങനെ കൊടുത്തോ അതേപോലെ പ്രിന്റ് ആവുള്ളൂ, അല്ലേ? അതേസമയം സെറ്റിന് അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം അതിൽ ഉണ്ടായിരിക്കും, അത് അൺഓർഡേർഡ് ആയിരിക്കും.
ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്തേടാ. ഓക്കെ, നമ്മുടെ സെറ്റിൽ നോർമലി ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണത്? രണ്ട് സെറ്റുകൾ ഉണ്ടെങ്കിൽ ആ സെറ്റുകൾ നമുക്ക് സോർട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ സെറ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് വാല്യൂവിനെ റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. ഫസ്റ്റ് ഈ ഒരു സെറ്റ്, ഇപ്പോൾ സെറ്റ് ബി കൺസിഡർ ചെയ്യാം നമുക്ക്. സെറ്റ് ബിയിൽ നിന്ന് എനിക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ റിമൂവ് ചെയ്യണം. ഓക്കെ, കൊടുക്കടാ. സെറ്റ് ബി ഡോട്ട് റിമൂവ്. പോപ്പ് അല്ല, ഇതിന് റിമൂവ്. സെറ്റിൽ റിമൂവ് എന്നാണ് യൂസ് ചെയ്യുക. ലിസ്റ്റിൽ പോപ്പ്, ഇവിടെ റിമൂവ്. സ്ക്വയർ ബ്രാക്കറ്റ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഏത് വാല്യൂ ആണോ എനിക്ക് റിമൂവ് ചെയ്യാനുള്ളത് അത് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ഇത് നമ്മള് പൊസിഷൻ ഇൻഡെക്സ് വാല്യൂ പൊസിഷൻ അല്ല കൊടുക്കുക, വാല്യൂ ആണ് കൊടുക്കുക. നമ്മൾ അവിടെ വാല്യൂ കൊടുക്കുന്നുണ്ട്. സെറ്റിൽ ഇൻഡെക്സ് വാല്യൂസ് ഇല്ല. നമുക്ക് ലിസ്റ്റിൽ ഒരു ഇൻഡെക്സ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എത്ര നമ്മൾ പ്രിന്റ് ചെയ്താലും നമ്മൾ കൊടുത്ത അതേ രീതിയിൽ തന്നെ ലിസ്റ്റ് പ്രിന്റ് ആയി കിട്ടുന്നത്. സെറ്റിൽ ഇൻഡെക്സ് വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡോട്ട് പോപ്പ് ഓഫ് എന്നുകൊണ്ട് നമ്മൾ കൊടുത്തില്ലായിരുന്നു ഇൻഡെക്സ് വാല്യൂ. അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ ആണോടാ? ക്ലിയർ. എന്നിട്ട് സെറ്റ് ബി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയടാ. പോയി 5 പോയി അല്ലേ? സോ ഇങ്ങനെയാണ് ഒരു സെറ്റിൽ നിന്ന് വാല്യൂവിനെ റിമൂവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. എനിക്ക് ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഒരു സെറ്റിലുണ്ട് എന്നാൽ അടുത്ത സെറ്റിൽ ഇല്ല. അങ്ങനത്തെ ഏതെങ്കിലും ഒരു വാല്യൂവിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കാം. അതായത് സെറ്റ് എ എനിക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ സെറ്റ് എ മൈനസ് സെറ്റ് ബി. ഓക്കെ, അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ഡിഫറൻസ് അപ്ഡേറ്റ്. ചാറ്റിലിടുന്നുണ്ട്. ഒരു സെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്തേടാ. സെറ്റ് സി എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തോ. സെറ്റ് സി. ഇഷ്ടമുള്ള കുറച്ച് വാല്യൂസ് പ്രിന്റ് ചെയ്തോ. മിക്സഡ് പറ്റത്തില്ലേ? ഇല്ല, മിക്സഡ് പറ്റത്തില്ല. മിക്സഡ് കൊടുത്താലും അത് യൂണീക്ക് ആയിരിക്കണം. ഇവിടെ നമുക്ക് ഡാറ്റ ടൈപ്പ് മാറ്റർ ചെയ്യത്തില്ല, പക്ഷെ യൂണീക്ക് ഡാറ്റ ആയിരിക്കണം. ഓക്കെ, മതി. ഇനി ടൈപ്പ് ചെയ്തേടാ. സെറ്റ് എ ഡോട്ട് താഴെ അതിന്റെ താഴെ ടൈപ്പ് ചെയ്യുക. സെറ്റ് സി ജസ്റ്റ് പ്രിന്റ് ചെയ്തു. എന്നിട്ട് സെറ്റ് ബി ഡോട്ട്
difference underscore update of set C. ഇത് ഇപ്പം ഇവിടെ 1 2 3 4 5 5 വാല്യൂ ഉണ്ട്, ഇവിടെ 4 എണ്ണേ ഉള്ളു. അപ്പം ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നേരം അവിടെ ബ്ലാങ്ക് ആയിട്ടാണോ കൂട്ടുക? എങ്ങനെ റിസൾട്ട് വരാൻ നോക്കിക്കുക. എന്നിട്ട് പ്രിന്റ് സെറ്റ് ബി കൊടുത്തേ. പ്രിന്റ് സെറ്റ് ബി 3യും 100ഉം വന്നു. കണ്ടോ? അതായത് നമ്മുടെ ലാസ്റ്റ് എത്രയായിരുന്നു? നമ്മുടെ സെറ്റ് ബി എന്ന് പറയുന്നത് 100 312 ആയിരുന്നു അല്ലെ? സെറ്റ് സി എന്ന് പറയുന്നത് 25 10 12 15. ഇപ്പൊ രണ്ടിലും കോമൺ ആയി വരുന്ന ഫാക്ടർ ഏതാണ്? 12 അല്ലെ? അപ്പൊ 12നെ ഒമിറ്റ് ചെയ്തു, സെറ്റ് ബിയിലുള്ള ബാക്കി വാല്യൂസിനെ പ്രിന്റ് ചെയ്തു. നേരെ തിരിച്ച് ചെയ്ത് നോക്കിയേ. സെറ്റ് സി ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ്, അത് മാറ്റിയിട്ട് സെറ്റ് ബി മാറ്റി സെറ്റ് സി ഡോട്ട് എന്നാക്കിക്കേ. സെറ്റ് സി ഡോട്ട് ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ് സെറ്റ് ബി ഒന്ന് കൊടുത്തു നോക്കിക്കേ. എന്നിട്ട് സെറ്റ് സി ഒന്ന് പ്രിന്റ് ചെയ്തേ. സെറ്റ് സി പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതാ പ്രിന്റ് ആയത്? 25 10 15. മനസ്സിലായടാ? എപ്പോഴും എന്താ ചെയ്യുന്നത്? സെറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിട്ടുള്ളതുമായി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്ത സെറ്റിനെ കമ്പയർ ചെയ്തിട്ട് അതില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സെറ്റിലുള്ള മാത്രം യുണീക്ക് ആയിട്ടുള്ള എലമെന്റ്സിനെ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ സെറ്റ് ബി ഡോട്ട് ഇതൊന്ന് കമന്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ രണ്ട് സെപ്പറേറ്റ് സെറ്റ് ചെയ്തോട്ടെ. ഓ ചെയ്തോ. ഇത് മനസ്സിലാവുന്നില്ല. ചെയ്തോ. സെറ്റ് ബി ഈക്വൽസ് കൊടുത്തോളൂ. സെറ്റ് ബി അല്ലേ കൊടുത്തിരിക്കുന്നത്? സെറ്റ് ബി രണ്ടെണ്ണം പുതിയത് ഉണ്ടാക്കിയിട്ട് കോമൺ ആയിട്ടുള്ള ഒരെണ്ണം മാത്രം ഇട്ടിട്ട് ബാക്കി ചെയ്തു. കൃഷ്ണകുമാർ അനഘ ക്ലിയർ ആണോടാ? ഞാനിപ്പോ പറഞ്ഞത് ഡൗട്ട്സ് ഉണ്ടോ? ഡിഫറൻസ് അപ്ഡേറ്റ് പറഞ്ഞതില് ക്ലാരിറ്റി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഒന്ന് ചെയ്തേ. ഇപ്പൊ ഇവിടെ സെറ്റ് എ ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് ഓഫ് സെറ്റ് ബി എന്ന് കൊടുത്തു. സെറ്റ് എയിൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? 12 20 30 40. യെസ്. സെറ്റ് ബിയിലോ? 12 10 25 15. അപ്പൊ ഞാൻ സെറ്റ് എ ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് സെറ്റ് ബി എന്ന് കൊടുക്കുമ്പോൾ ഏതായിരിക്കും വർക്ക് ചെയ്യുന്നത്? രണ്ടിനെ തമ്മിൽ കമ്പയർ ചെയ്തു. സെറ്റ് എനെ സെറ്റ് ബിയോട് കമ്പയർ ചെയ്തു. ആൻഡ് സെറ്റ് എയിലുള്ളതും സെറ്റ് ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള വാല്യൂസിനെ മാത്രം റൈറ്റ് ചെയ്തു. മനസ്സിലായോ? മനസ്സിലായി. അനക്ക് ക്ലിയർ ആയോടാ? ഒരു മിനിറ്റ്, ഞാൻ നോക്കുന്നതേ ഉള്ളൂ, പറയാം. ഓക്കെ. കൃഷ്ണകുമാർ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോടാ? ഏത് പോർഷനാ മനസ്സിലാവാത്തെ? മനസ്സിലായില്ലെങ്കിൽ അപ്പൊ തന്നെ പറയാട്ടോ. ഞാൻ വന്നിട്ട് സെറ്റ് 1 എയും ബിയും ഡിഫറെന്റ് എലമെന്റ്സ് ആണ് കൊടുത്തത്. അപ്പൊ എന്താ റിട്ടേൺ ചെയ്തത്? അത് കൊടുത്ത സാധനം തന്നെ അതേപോലെ. കൊടുത്ത സാധനം തന്നെ വന്നു. അതായത് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊന്നുമില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് ഉണ്ടായിരുന്നത് അതിനെ അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്തു അല്ലേ?
എനിക്ക് മനസ്സിലായി. എന്താടാ എന്താ സംഭവം, എന്താ പ്രശ്നം? ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി സബ്സെറ്റ് എന്ന കൺസെപ്റ്റ് രാലേട്ടാ എന്താ ഉണ്ടായ, എന്താ പ്രശ്നം? ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് സബ്സെറ്റ്. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിന് എയുടെ സെറ്റ് ആണോ എയുടെ സബ്സെറ്റ് ആണോ ബി എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും ബിയിൽ ഉണ്ടായിരിക്കണം. ഒന്ന് കൊടുത്തു നോക്കിക്കേ, താഴെ ടൈപ്പ് ചെയ്യൂ. പ്രിന്റ് താഴെ ടൈപ്പ് ചെയ്യണം. പ്രിന്റ് set A dot subset of dot E subset of അതന്നെ dot സെക്ഷനിൽ dot E subset of dot E subset of അത് ഫസ്റ്റ് സെക്ഷൻ എടുത്തോളാം. സെറ്റ് ബി എക്സിക്യൂട്ട് ചെയ്തേ, ഫാൾസ് റിട്ടേൺ ചെയ്തു അല്ലേ? നേരെ തിരിച്ചൊന്ന് ചെയ്ത് നോക്കിക്കേ, താഴെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്തേടാ, സെറ്റ് എയില് 12 10 30 40 ഇല്ലേ, സെറ്റ് ബിയിൽ വന്നിട്ട് 12 മാത്രം വെച്ച് ബാക്കി എല്ലാം റിമൂവ് ചെയ്തേ. ഓക്കെ, ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ, അഗൈൻ ഫാൾസ് തന്നെ അല്ലേ? സോ 1 second. ഒരു കാര്യം ചെയ്തേടാ, സെറ്റ് എയില് 12 20 30 40 എല്ലാ വാല്യൂസും കൊടുത്തേ. സെറ്റ് ബിയില് സെറ്റ് ബിയില് 12 20 30 40 അത് കൂടാതെ വേറെ അഡീഷണൽ ഒരു വാല്യൂ കൂടെ കൊടുക്കാം. അതായത് സെറ്റ് എയിലെ സെയിം വാല്യൂ തന്നെ കൊടുക്കാനാണോ? അതെ, സെറ്റ് എയില് സെയിം വാല്യൂസ് കൊടുക്കുക, അഡീഷണലി ഒരു വാല്യൂ കൂടെ കൊടുക്കുക. ഇപ്പൊ എന്ത് സംഭവിച്ചു? സെറ്റ് എ ഡോട്ട് ഈ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി എന്ത് റിട്ടേൺ ചെയ്തു? ട്രൂ റിട്ടേൺ ചെയ്തു അല്ലേ? അതായത് സബ്സെറ്റ് എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ സെറ്റ് ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായടാ? സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എ ബിയുടെ സബ്സെറ്റ് ആവത്തുള്ളൂ. സോറി, അതെ, എ ബിയുടെ സബ്സെറ്റ് ആവത്തുള്ളൂ. ക്ലിയർ ആണോടാ? സബ്സെറ്റ് എന്താന്ന് ക്ലിയർ ആണോ? സെറ്റ് ബിനെ സെറ്റ് എയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും സെറ്റ് ബിയിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോടാ?
സബ്സെറ്റ് എന്താന്ന് ക്ലിയർ ആണോ? ഇത് മാത്സിൽ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ്. ഇത് എന്താ പറയാ, നമ്മൾ പൈത്തൺ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന കൺസെപ്റ്റ് അല്ല, ആക്ച്വലി മാത്സിൽ പഠിക്കുന്ന കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാ മതി ഇതെല്ലാം. എങ്ങനെ നമുക്ക് രണ്ട് സെറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഈ സബ്സെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലിയർ ആണോടാ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കൃഷ്ണകുമാർ ക്ലിയർ ആണോ? ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് ഡൗട്ട് ഉണ്ടോ? സ്ക്രീൻ കാണാമോ? ഹലോ, ആ സ്ക്രീൻ കാണാം. ഈ ഇതിലെ ഡിഫറൻസിന്റെ ഈ സെറ്റ് ബി വരുമ്പോ ഇതെങ്ങനെയാ ഇതെല്ലാം കൂടെ പ്രിന്റ് ആയത്? മനസ്സിലായില്ല. ഡിഫറൻസ് അപ്ഡേറ്റാ? അതെ, ഈ പാർട്ട് ഈ ഏതാണ്? കോമൺ ആയിട്ട് വരുന്ന എല്ലാം റിമൂവ് ആവത്തില്ലേ? സെറ്റ് ബി ഡോട്ട് ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ് ഓഫ് സെറ്റ് എ അല്ലേ? സെറ്റ് ബി ഡോട്ട് സെറ്റ് എ ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് എം ടി സെറ്റിനെ തന്നു അല്ലേ? ഇവിടെ സെറ്റ് എ അപ്പൊ അതിന്റെ റീസൺ എന്താണ്? സെറ്റ് എയിലുള്ള വാല്യൂസ് സെറ്റ് എയില് പിന്നെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ ഒന്നും ഇല്ല സെറ്റ് ബിയുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സെറ്റ് ബി ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് ഓഫ് സെറ്റ് എ എടുത്തപ്പോ അവിടെ സെറ്റ് എയിലുണ്ട്, സെറ്റ് ബിയിൽ ഇല്ലാത്തത് ഏതാണ്? 98 അല്ലെ? ഡിഫറൻസ് അണ്ടർസ്കോർ അപ്ഡേറ്റ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അഡീഷണലി എന്തെങ്കിലും ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എൻറ്റയർ സെറ്റിനെ നമ്മൾ പ്രിന്റ് ചെയ്യണം. അതായത് ഡിഫറൻസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫറൻസ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോ നമ്മളവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മോൾ വെച്ച് ഉണ്ടാക്കുന്നു. ഡിഫറൻസ് അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് രണ്ട് സെറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കോമൺ അല്ലാത്ത എലമെന്റിനെ മാത്രമാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ കേസില് സെറ്റ് എ എന്ന് വെച്ചാല് ആ 20 40 45 67 അല്ലേ? എന്താണ്
98 ആണ് റിസൾട്ട് വരേണ്ടത്. അതിന് എങ്ങനെയാ വരുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. ഒന്ന് കോഡ് എടുത്തേടാ. 40, 45, 67 ഓഫ് സെറ്റ് ബി. എങ്ങനെയാ അത്? 98 ആണ് അവിടെ പ്രിന്റ് ചെയ്ത് വരേണ്ടത്. എങ്ങനെ 20, 45 എല്ലാം പ്രിന്റ് ആയാലാണ് നോക്കുന്നത്. 1 സെക്കൻഡ്. ഓക്കെ, റീസൺ എന്താണെന്നോ, ഇപ്പൊ നമ്മൾ ആദ്യം സെറ്റ് എ ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് ഓഫ് സെറ്റ് ബി ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറൻസ് കണ്ട ശേഷം സെറ്റ് എയിലേക്ക് ആ വാല്യൂവിനെ അങ്ങനെ തന്നെ അസൈൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് ഇത് കഴിഞ്ഞ് നിങ്ങൾ സെറ്റ് എ പ്രിന്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടിയ? എം ടി സെറ്റ് ആണല്ലേ? അതെ. അപ്പൊ ഇനി എന്താ സെറ്റ് ബി ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് ഓഫ് സെറ്റ് എ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നേ? സെറ്റ് ബി ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് ഓഫ് ആൻ എം ടി സെറ്റാ ചെയ്യുന്നത് അല്ലേ? അല്ലേടാ? ഓ, ഈ റിസൾട്ട് വെച്ചാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. കറക്റ്റ്. ഈ റിസൾട്ടിനെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഡിഫറൻസ് അപ്ഡേറ്റ് എന്താ റിട്ടേൺ ചെയ്തത്? എൻറ്റയർ സെറ്റിനെ റിട്ടേൺ ചെയ്തു. കാരണം എം ടി സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എൻറ്റയർലി റിട്ടേൺ ചെയ്യത്തില്ലേ? അതുകൊണ്ടാണ് ഫുൾ ലിസ്റ്റ് വന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം 12ഉം 13ഉം കമന്റ് ചെയ്തൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ലൈൻ നമ്പർ 12ഉം 13ഉം കമന്റ് ചെയ്യാം. അപ്പൊ കൺഫ്യൂഷൻ ശരിയാവും. അപ്പൊ 98 കിട്ടിയില്ലേ? കിട്ടി. ക്ലിയർ ആയടാ? ക്ലിയർ ആയ. ഓക്കെ, ഇനി ഇതുപോലെ കൊടുത്ത പ്രിന്റ് സെറ്റ് എ. ഇനി ലൈൻ നമ്പർ 12ഉം 13ഉം ഒന്ന് അൺകമന്റ് ചെയ്തേടാ. അൺകമന്റ്. സെറ്റ് എ dot is superset of set B. ഇതുപോലെ സെറ്റ് ബി ഡോട്ട് ഈസ് സൂപ്പർസെറ്റ് ഓഫ് സെറ്റ് എ. നമ്മൾ സബ്സെറ്റിന്റെ കൺസെപ്റ്റ് പറഞ്ഞേണ്ട നേരെ റിവേഴ്സ് ആണ് സൂപ്പർ സെറ്റ്. സെറ്റ് അത് എന്താ വെച്ചാൽ എങ്ങനെ സൂപ്പർ സെറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലെറ്റ്സ് സേ ഒരു സെറ്റ് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്, സെറ്റ് ബി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ഉണ്ട്. സെറ്റ് എയില് സെറ്റ് ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൂപ്പർ സെറ്റ് എയിനെ സെറ്റ് ബിയുടെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ സെറ്റ് ബിയിൽ സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും ഇല്ലേ? സെറ്റ് ബിയില് സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സും ഉണ്ട് ഇല്ലേ? അപ്പോ സെറ്റ് ബി എന്ന് പറയുന്നത് സെറ്റ് എയുടെ സൂപ്പർ സെറ്റ് ആണ്. അതുപോലെ തന്നെ സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ്. ക്ലിയർ ആണോടാ? സബ്സെറ്റ് സൂപ്പർ സെറ്റ് രണ്ട് കൺസെപ്റ്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. രണ്ടെണ്ണം ക്ലിയർ ആണോ? ഓക്കെ, കൃഷ്ണകുമാർ ക്ലിയർ ആണോടാ? അഖിലേന്ദു ക്ലിയർ ആണോ?
ലോജിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് ഫാൾസ് മാത്രമേ ലോഡ് ആവുന്നുള്ളൂ. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ സ്ക്രീന്? സ്ക്രീൻ ഷെയർ ചെയ്യാമോ? കാണാൻ പറ്റുന്നു. ആ നോക്ക്. സെറ്റ് എയും ബിയും കാണിച്ചേ. സെറ്റ് ബി ഡോട്ട് സെറ്റ് എ ഡോട്ട് ഡിഫറൻസ് അപ്ഡേറ്റ് ഓഫ് സെറ്റ് ബി ആദ്യം എടുത്തു. അപ്പൊ കിട്ടിയ സെറ്റ് എ എന്ന് പറയുന്നത് 3 മാത്രമാണ്. സെറ്റ് ബി ഇപ്പൊ ഓക്കെ, അത് ഫോൾസ് വരാൻ കാരണം എന്താ? ഇപ്പൊ സെറ്റ് എയുടെയും സെറ്റ് ബിയുടെയും വാല്യൂസ് എന്താന്ന് നോക്കിക്കേ കൃഷ്ണകുമാർ. പ്രിന്റ് അയക്കുന്ന വാല്യൂ ചെക്ക് ചെയ്താൽ മതി. ആദ്യം ഡിഫറൻസ് അപ്ഡേറ്റ് എടുത്തപ്പോ 3 വന്നു. ഇപ്പൊ സെറ്റ് എയുടെ വാല്യൂ എന്താ? 3 മാത്രമാണ് അല്ലെ? സെറ്റ് എയുടെ വാല്യൂ എന്താണ് ഇപ്പോ? 1ഉം 2ഉം. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ സെറ്റ് എയിലും ബിയിലും? രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ അപ്പൊ സെറ്റ് എയിലും ബിയിലും? 1 ഉം 2 മാത്രമേ. 1ഉം 2ഉം സെറ്റ് ബിയിലുണ്ട്, സെറ്റ് എയില് 3ഉം ഉണ്ട്. രണ്ടിലും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല അല്ലേ? രണ്ടിലും കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോടാ? നോക്ക്. സെയിം എലമെന്റ് എന്നാണോ ഉദ്ദേശിച്ചത്? ആ സെയിം എലമെന്റ് ഏതെങ്കിലും കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ സെയിം എലമെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ സെറ്റ് എയിലും ബിയിലും? ഈ 1 ഉം 2 മാത്രം. 1ഉം 2ഉം ഇവിടെ. ഒരു കാര്യം ചെയ്തേ, ആ സെറ്റ് എയുടെ ഡിഫറൻസ് അപ്ഡേറ്റിന്റെ 2 കോഡ് ഇല്ലേടാ, രണ്ടൊന്ന് കമന്റ് ചെയ്തേ. പിന്നെ ഒന്ന് എക്സിക്യൂട്ട്. ഇപ്പൊ ട്രൂവും ഫോൾസും കൃത്യമായിട്ട് കിട്ടും. നേരത്തെ എന്തുകൊണ്ടാ കിട്ടാഞ്ഞതെന്ന് വെച്ചാല് ഞാൻ അനഘയോട് പറഞ്ഞ പോലെ ഡിഫറൻസ് അപ്ഡേറ്റ് ചെയ്തതിന്റെ ശേഷം റിസൾട്ട് മാറിയിട്ടുണ്ട് ഇല്ലേ? ലൈൻ നമ്പർ 38 സെറ്റ് എ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തപ്പോ എന്താ വന്നത്? 3 മാത്രം. ഇനി ഇവിടെ ലൈൻ നമ്പർ 41 സെറ്റ് ബി പ്രിന്റ് ചെയ്തപ്പോഴോ? ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഉണ്ടല്ലോ. 1ഉം 2ഉം വന്നു അല്ലേ? ഒരു സൈഡിൽ 1ഉം 2ഉം, പിന്നെ മറ്റേ സെറ്റില് 3 മാത്രം അല്ലേ? അതെ. അപ്പൊ രണ്ടും തമ്മിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. കോമൺ ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിലല്ലേ ഏതൊരു സബ്സെറ്റിലെയും സൂപ്പർ സെറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് അവിടെ ഫോൾസ് അടിച്ചത്. ഇപ്പൊ ആ ഡിഫറൻസ് അപ്ഡേറ്റ് റിമൂവ് ചെയ്തപ്പോ അത് കറക്റ്റ് ആയി. ബിയുടെ വാല്യൂ എന്താടാ ഇപ്പൊ കറക്റ്റ് ആയി. ഇപ്പൊ കിട്ടിയില്ലേ? ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ എടുക്കാം. ഇന്ന് എടുക്കണോ അതോ നാളെ എടുക്കണോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് സെറ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാനുണ്ടോ? ചെക്ക് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക്? നമുക്കിനി കളക്ഷൻസിൽ ഒരു 2 ടൈപ്സ് ഓഫ് കളക്ഷൻസ് കൂടി എടുക്കാനുണ്ട്. ഒരു ടപ്പിള് അതുപോലെ തന്നെ ഡിക്ഷണറി പറഞ്ഞ 2 ടോപ്പിക്സ് എടുക്കാനുണ്ട്. സോ ഈ 2 ടോപ്പിക്സും ഇന്ന് എടുക്കണോ അതോ നാളെ എടുക്കണോ? എന്താ വേണ്ടത്? അവ നിങ്ങൾക്ക് ഇതുവരെയുള്ള തറവായിട്ട് മതിയോ? നമുക്ക് തിരക്കൊന്നുമില്ല ഓടിച്ചു പോവാനായിട്ട്. എന്താടാ വേണ്ടേ? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. എന്താ മിണ്ടാത്തെ? നിങ്ങളുടെ സജഷൻ പോലെ ചെയ്യാം നമുക്ക്. എനിക്ക് വന്നിട്ട് ലേറ്റർ വന്നു. ബിക്കോസ് ഞാൻ അസൈൻമെന്റിന് നോക്കുന്ന സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഐ വന്നിട്ട് അസൈൻ ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടുള്ള എററൊക്കെ വന്നു.
വൈൽ ലൂപ്പിനോ? ആ വൈൽ ഈക്വൽസ് അതായത് ഈ ഒരു സ്പേസിംഗ് ഉണ്ടല്ലോ അത് പ്രോപ്പർ ആവുന്നില്ലെന്ന് പറഞ്ഞു. നേരെ കൊടുത്ത ഓരോ ഒരു സിംഗിൾ ലൈനിൽ കൊടുത്ത നെയിം ഓഫ് ഐ ഡബിൾ ഈക്വൽസ് എല്ലാം സിംഗിൾ ലൈനിൽ കൊടുത്തേ. ലൈൻ നമ്പർ 45. അവിടെ ഇല്ല. ബാക്ക് സ്പേസ് അടിക്കും. ബാക്ക് സ്പേസ്. അതവിടെ നിൽക്കട്ടെ. അടുത്ത കണ്ടീഷൻ സ്പേസ് ഇട്ടിട്ട് നെയിം ഓഫ് ഐ ഡബിൾ ഈക്വൽസ് ആ സെഷൻ വന്നീന ടാബ് അടിച്ചോടോ. ഓ കഴിഞ്ഞ അവിടെ സ്പേസും കൂടെ ഇട്ട് യു കൊടുത്താൽ മതി. count equals count plus 1. count equals count plus 1 ചെയ്യും. ശരി കൃത്യാണോ? ശരിയാടാ. ഓക്കെ. ഈ ടാബ് ഇടുന്നതാണ് എനിക്ക് ഡൗട്ട്. മീൻസ് വയൽ കഴിഞ്ഞ ഇഫിന് ഈ സ്പേസ് ഇടണം, എൽസിന് ഒരു കാര്യം ചെയ്യാം. പൈച്ചാമിലാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അതായത് വയൽ കണ്ടീഷൻ കൊടുത്തതിന് ഡയറക്റ്റ്ലി എൻ്റർ അടിച്ചാൽ മതി. ഏത് ലൈനിൽ നിൽക്കുന്ന അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാതെ ടൈപ്പ് ചെയ്ത് പോവാ. അപ്പൊ നിങ്ങൾക്ക് ഇഫിന്ന് പുറത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കൗണ്ട് പ്ലസ് 1 എൻ്റർ അടിക്കുക, ബാക്ക് സ്പേസ് അടിക്കുക. ഇഫിന്റെ പുറത്തേക്ക് എത്തി. ഒരു ബാക്ക് സ്പേസും കൂടെ അടിച്ചാൽ വയലിന്റെ പുറത്തേക്ക് എത്തി. മനസ്സിലായോ? അതുപോലെ വയലിന്റെ ലൂപ്പ് കൊടുത്തു, അത് കഴിഞ്ഞൊരു ടാബ് അടിച്ചാൽ എന്ത് വരും? അത് വയലിന്റെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ കോഡ് സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ചെയ്ത ഡൗട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നെയിം എല്ലാം ഞാൻ ഒരേ ലൈനിലാക്കിയായിരുന്നു. അപ്പം എറർ അടിച്ചു. അപ്പം ഞാൻ ഒരു ടാബ് അടിച്ച് ഇങ്ങനെ ഫയലിലോട്ട് ആക്കിയപ്പോഴാണ് പിന്നെ ശരിയായത്. അങ്ങനെ ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. ക്ലിയർ ആയല്ലേ? ഓക്കെ. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതുവരെ എടുത്ത ടോപ്പിക്സ് ഒന്ന് ക്ലിയർ ആക്കി വരിക. എന്നിട്ട് നമുക്ക് നാളെ ടപ്പിൾസും ഡിക്ഷണറിയും ഒരുമിച്ച് എടുക്കാം. ഓക്കെ? ഓക്കെ. ഇനി സോറി നാളെ ഇല്ലടാ, ഇനി ട്യൂസ്ഡേ കേട്ടോ. ട്യൂസ്ഡേക്കുള്ളിൽ എല്ലാം ഒന്ന് ക്ലാരിഫൈ ആക്കിയിട്ട് വരിക കേട്ടോ. നമ്മൾ ആക്ച്വലി മൺഡേ ഇല്ല, മൺഡേ 26th അല്ലടാ. നമ്മളിപ്പോ ആക്ച്വലി നമ്മളുടെ ഇതിന്റെ സിലബസിൽ ആക്ച്വലി 3rd വീക്കിന്റെ ടോപ്പിക്കിലേക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് റഷ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പൈത്തൺ എത്ര വീക്സ് കൊണ്ട് കവർ ചെയ്യുന്നത്? ആക്ച്വലി 4 വീക്സ് ആണ്. നിങ്ങൾക്ക് 3 വീക്സിൽ കവർ ആവും. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി 3rd വീക്കിന്റെ ടോപ്പിക്കാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 3 വീക്സിൽ കവർ ആവും അത്. ഇതിൽ നിങ്ങൾക്ക് ഇനി എന്താ പറയുക, 3rd വീക്കിൽ 2 ടോപ്പിക്സ് കൂടി എടുക്കാനുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ 3rd വീക്കിലെ ടോപ്പിക്സ് കഴിയും. ഈ കളക്ഷൻസ് കഴിഞ്ഞ 2 ടോപ്പിക്സും കൂടി എടുക്കാനുള്ളൂ അതില്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേഗം കഴിയും അത്. ഫെബ്രുവരിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഫെബ്രുവരി 2nd വീക്ക് ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മതി നിങ്ങൾക്ക് മോസ്റ്റ്ലി.
മാം ഇത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിലേ ഈ ലൂപ്സിന്റെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ